Hi all, welcome back to our EVS class. Today we are discussing about our fourth chapter, Kerala, a Symphony of Art. കേരളത്തിലെ കലകളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ ധാരാളം കലകളുണ്ടല്ലേ, അതേതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണല്ലേ നമ്മൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് പേജിൽ എന്താണ്, ഒരു ഡയറിയാണല്ലേ കാണുന്നത്. എന്താണ്, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് 2 prizes ഇൻ ദ സ്കൂൾ കലോത്സവം ആർട്ട് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ. ഫസ്റ്റ് പ്രൈസ് ഫോർ ഫോക്ക് ഡാൻസ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഫോർ ലൈറ്റ് മ്യൂസിക്. എന്താ പറയുന്നത്, സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ട് എനിക്ക് എന്താണ് 2 പ്രൈസ് കിട്ടിയില്ല. ഏതിനൊക്കെയായിരുന്നു? ഫസ്റ്റ് പ്രൈസ് ഫോക്ക് ഡാൻസിനും സെക്കൻഡ് പ്രൈസ് ലൈറ്റ് മ്യൂസിക്കിനുമായിരുന്നു, ലളിതഗാനത്തിനുമായിരുന്നു. The first place for drama was won by my friends in standard 4th. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കാണ് എന്ത്, നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. വാട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ് വാസ് സനോജ് സ്പീച്ച് ആൻഡ് നീളാസ് മോണാക്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സനോജിൻ്റെ പ്രസംഗവും അതുപോലെ നീളയുടെ മോണാക്റ്റും ആയിരുന്നു. ഹാവ് യു റീഡ് നീതൂസ് ഡയറി? നമ്മൾ നീതുവിൻ്റെ ഡയറി ഇപ്പോൾ വായിച്ചു അല്ലേ. ഇനി ഇൻ വിച്ച് കോമ്പറ്റീഷൻ ഡിഡ് നീതു വിൻ ദ പ്രൈസസ്? എന്താ ചോദിക്കുന്നത്, നീതുവിന് ഏതൊക്കെ മത്സരങ്ങളിലാണ് പ്രൈസ് കിട്ടിയത്? ഫോക്ക് ഡാൻസിലും ലൈറ്റ് മ്യൂസിക്കിനും ആയിരുന്നു നീതുവിന് പ്രൈസസ് കിട്ടിയത്. ഓക്കെ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് ഹെൽഡ് ഇൻ സ്കൂൾ കലോത്സവം? നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇപ്പോൾ കലോത്സവങ്ങൾ കഴിഞ്ഞു അല്ലേ, നമ്മുടെ സബ് ജില്ലയും അതേപോലെ സ്കൂൾ കലോത്സവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്സിനെ കുറച്ചൊക്കെ അറിയും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ എന്താ പറയുക കോമ്പറ്റീഷൻസ് ആയിരുന്നു കലോത്സവത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഏതൊക്കെ കോമ്പറ്റീഷൻസ് ആണ് സാധാരണ സ്കൂളിൽ ഉണ്ടാവുക? ഗ്രൂപ്പ് സോങ്, സ്പീച്ച്, പോയം റെസിറ്റേഷൻ, ആക്ഷൻ സോങ്, ഒപ്പന, തിരുവാതിര, സ്റ്റോറി ടെല്ലിംഗ്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക് ഡാൻസ്, ലൈറ്റ് മ്യൂസിക്, പാട്രിയോട്ടിക് സോങ്, മോണോ ആക്ട്, മൈമിങ്, മാർഗംകളി തുടങ്ങിയവയൊക്കെ എന്താണ് നമ്മുടെ സ്കൂളിലെ കലോത്സവത്തിന് ഉണ്ടാവുന്ന പ്രോഗ്രാംസ് ആണ് അല്ലേ. ഇനി നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ആർ ദ സ്റ്റേജ് ഐറ്റം വിച്ച് വൺ ആർ നോട്ട് സ്റ്റേജ് ഐറ്റം ലിസ്റ്റ് ദം. എന്താ പറയുന്നത്, ഇതിലെന്താണ് നമ്മൾ സ്റ്റേജ് ആവശ്യമുള്ളതും സ്റ്റേജ് ആവശ്യമില്ലാത്ത എന്താണ് കോമ്പറ്റീഷൻസും ഉണ്ട് അല്ലേ. അതിനെ നമുക്ക് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. എങ്ങനെ പട്ടികപ്പെടുത്തും? നമുക്ക് സ്റ്റേജ് ഐറ്റം ഏതൊക്കെയാണ്? ഡ്രാമ, ഒപ്പന, തിരുവാതിര, ദഫ് മുട്ട്, മാർഗംകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, ഇതൊക്കെ എന്താണ് സ്റ്റേജ് ആവശ്യമുള്ള ഐറ്റംസ് ആണ് അല്ലേ. ഇനി നോട്ട് സ്റ്റേജ് ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? സ്പീച്ച്, സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ പോയം റെസിറ്റേഷൻ, ആക്ഷൻ സോങ്, മോണോ ആക്ട്, ലൈറ്റ് മ്യൂസിക് എന്നിവയൊക്കെ എന്താണ് 1 ആർ നോട്ട് സ്റ്റേജ് ഐറ്റം അല്ലേ, സ്റ്റേജ് ആവശ്യമില്ലാത്ത ഐറ്റംസ് ആണ്. നോക്കൂ, നെക്സ്റ്റ് പേജിൽ നീല വാസ് വാച്ചിങ് ദ കളർഫുൾ പിക്ചേഴ്സ് ഓഫ് കലോത്സവം വിന്നേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഷീ ആസ്ക്ഡ് ഹെർ മദർ, ഈസ് തിരുവാതിരക്കളി പെർഫോംഡ് ഓൺലി ബൈ ഗേൾസ്? എന്താണ് നീള എന്താണ് പത്രത്തിൽ എന്താണ് കലോത്സവത്തിൻ്റെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നീള അമ്മയോട് ചോദിക്കുകയാണ്, നീളയുടെ അമ്മയോട് നീള ചോദിക്കുകയാണ് എന്താണ്, തിരുവാതിരക്കളി ഗേൾസ് മാത്രമാണോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താ മദർ പറയുന്നത്, യെസ് ഡിയർ, തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് എ പാർട്ട് ഓഫ് ദ തിരുവാതിര സെലിബ്രേഷൻ ഇൻ ദ മന്ത് ഓഫ് ധനു. എന്താണ് തിരുവാതിരക്കളി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂട്ടമായി കളിക്കുന്ന ഒരു ഡാൻസാണ്. ഇതെന്താണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഈ തിരുവാതിരക്കളി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാണ്. ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് വൈൽ സ്റ്റാൻഡിങ് എറൗണ്ട് എ ലൈറ്റഡ് നിലവിളക്ക് പെഡസ്ട്രിയൽ ഓയിൽ ലാമ്പ്. എന്താണ് ഒരു നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ നിന്നിട്ട് കൈ കൊട്ടിയിട്ടാണ് എന്ത് കളിക്കുന്നത്, തിരുവാതിര കളിക്കുന്നത് എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നീള എന്താ പറയുന്നത് നെക്സ്റ്റ്, മദർ, വെൻ മാർഗംകളി വാസ് പെർഫോംഡ് ഇൻ കലോത്സവം ഇറ്റ് ഓൾസോ ഹാഡ് എ നിലവിളക്ക്. ഈ കലോത്സവത്തിലെ മാർഗംകളിക്കും എന്തായിരുന്നു, നടുക്കൊരു നിലവിളക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ അമ്മ പറയുന്നത് നോക്കൂ, മദർ, യെസ്, ഇൻ മാർഗംകളി ആൾസോ എ നിലവിളക്ക് ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ മിഡിൽ.
സോങ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് സങ് ഫോർ മാർഗംകളി. എന്താണ് മാർഗംകളിയുടെ കളിക്കുമ്പോഴും സെൻറ്ററിൽ എന്താണ് ഒരു നിലവിളക്കുണ്ടായിരിക്കും. ഈ മാർഗംകളിയുടെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്തു മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാട്ടാണ് ഉണ്ടാവുക. പിന്നെ ദ കോസ്റ്റ്യൂം ഫോർ ദ മാർഗംകളി ഈസ് ചട്ട ആൻഡ് മുണ്ട്. എന്താണ് മാർഗംകളിയുടെ കോസ്റ്റ്യൂം എന്നാൽ എന്താണ് മാർഗംകളി കളിക്കുമ്പോൾ ധരിക്കുന്ന വേഷം എന്താണ് ചട്ടയും മുണ്ടുമാണ്. ഫോർ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വിയർ ദ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. അങ്ങനെയാണെങ്കിൽ തിരുവാതിരക്കളിക്ക് തിരുവാതിര കളിക്കുന്നവർ ഉടുക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ട്രഡീഷണൽ പരമ്പരാഗതമായ വേഷമാണ് ധരിക്കുന്നത്. ഓക്കെ, ഇനി മദർ എന്താ പറയുന്നത്? ഡു യു നോ എനി അതർ ആർട്ട് ഫോം പെർഫോംഡ് ബൈ വുമൺ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ? അതുപോലെ എന്താണ് ഈ സ്ത്രീകൾ വട്ടം കൂടി നിന്ന് കളിക്കുന്ന വേറെ ഏതൊക്കെ കളികൾ നിനക്കറിയോ എന്നുള്ളത് ആര് ചോദിക്കുകയാണ്? അമ്മ ചോദിക്കുകയാണ്. അപ്പം എന്താ നിള പറയുന്നത്? ബോത്ത് ഒപ്പന ആൻഡ് വട്ടപ്പാട്ട് ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഒപ്പനയും വട്ടപ്പാട്ടും എന്താണ് വട്ടത്തിൽ നിന്നിട്ടാണ് കളിക്കുന്നത് എന്ന് നിള പറയുകയാണ്. മദർ: യെസ്, ഒപ്പന ആൻഡ് വട്ടപ്പാട്ട് വിച്ച് ആർ പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഹാവ് യു സീൻ വൺ ഓഫ് ദ ഗേൾസ് സീറ്റഡ് ഇൻ ദ മിഡിൽ വൈൽ പ്ലേയിങ് ഒപ്പന? എന്താ പറയുന്നത്? മുസ്ലിം സമുദായത്തിൽ എന്താണ് പ്രചാരത്തിലുള്ള ഇതാണ് എന്ത്? ഒപ്പനയും വട്ടപ്പാട്ടും. എന്താണ് ഇതും വട്ടത്തിൽ നിന്നിട്ടാണ് കളിക്കുന്നത്. ഒപ്പന കളിക്കുമ്പോൾ നടുക്കൊരാളെ ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ നിള? ഈസ് ഇൻ ദാറ്റ് ബ്രൈഡ്? അത് എന്താണ് കല്യാണ പെണ്ണല്ലേ എന്നാണ് ചോദിക്കുന്നത്. മദർ: യെസ്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ഡ്യൂറിങ് മുസ്ലിം വെഡിങ് സെലിബ്രേഷൻസ്. ഡാൻസേഴ്സ് സ്റ്റാൻഡ് എറൗണ്ട് ദ ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. എന്താണ് ഈ മുസ്ലിം സമുദായത്തിൽ വിവാഹ ആഘോഷത്തിനോടനുബന്ധിച്ചിട്ടാണ് ഒപ്പന ഉണ്ടാവുക. അതിൽ നടുക്കിരിക്കുന്ന ആളാണ് എന്ത്? ബ്രൈഡാണ്. ഓക്കെ. മദർ: ഡു യു നോ ഹൂ പെർഫോം വട്ടപ്പാട്ട്? നിനക്കറിയോ ആരാണ് വട്ടപ്പാട്ട് ആരാണ് പെർഫോം ചെയ്യുന്നത് എന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ് നിളയോട്. നിള എന്താ പറയുന്നത്? ഈസ് ഇറ്റ് പെർഫോം ബൈ ബോയ്സ്? എന്താ പറയുക? ഇത് ആണുങ്ങളല്ലേ കളിക്കുന്നത്, ആൺകുട്ടികളല്ലേ വട്ടപ്പാട്ട് കളിക്കുന്നത്. മദർ എന്താ പറയുന്നത് അപ്പോൾ? യെസ്, വട്ടപ്പാട്ട് ഈസ് പെർഫോംഡ് ബൈ മെൻ. ദിസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് ആണൊപ്പന. ഓക്കെ, എന്താണ് വട്ടപ്പാട്ട് എന്താണ് ആണുങ്ങൾ കളിക്കുന്ന കളിയാണ്. ഓക്കെ, പിന്നെന്താണ് അതിൻ്റെ മറ്റൊരു പേരാണ് വട്ടപ്പാട്ടിൻ്റെ മറ്റൊരു പേരാണ് ആണൊപ്പന. ഓക്കെ, നോക്കൂ ഈ നെക്സ്റ്റ് നില എന്താ പറയുന്നത്? ഈസ് ഇറ്റ് മംഗലം കളി ഈസ് ഓൾസോ പെർഫോംഡ് ഇൻ സർക്കിൾ? മദർ: ദർ ഈസ് എ ഫോട്ടോ ഓഫ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. എന്താ പറയുന്നത്? മംഗലം കളിയും എന്താണ് വട്ടത്തിൽ നിന്നല്ലേ കളിക്കുന്നത്, പത്രത്തിൽ അതിൻ്റെ ഒരു പിക്ചർ കണ്ടു എന്നുള്ളത് നിള പറയാണ്. മദർ അപ്പോൾ എന്താ പറയുന്നത്? മദർ: മംഗലം കളി ഈസ് പോപ്പുലർ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്സ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ആർട്ട് ഫോം പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് വെഡ്ഡിങ് സെലിബ്രേഷൻ. എന്താണ് മംഗലം കളിയും എന്താണ് മംഗലം കളി കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പ്രചാരത്തിലുള്ള ഒരു കലയാണ്. അതെന്താണ് കല്യാണത്തിനാണല്ലേ, അതും കല്യാണം സംബന്ധമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ഈസ് ഇറ്റ് മംഗലം കളി ഓൾസോ പെർഫോംഡ് ബൈ വുമൺ? മംഗലം കളി എന്താണ് സ്ത്രീകളല്ലേ പെർഫോം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? മദർ: മംഗലം കളി ഈസ് മെയിൻലി പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വുമൺ. മെൻ സിങ് ആൻഡ് ക്ലാപ്പ് ദെയർ ഹാൻഡ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കല്യാണക്കളി. ഓക്കെ, എന്താണ് മംഗലം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം സ്ത്രീകൾ കളിക്കുന്ന ഒരു കളിയാണ്. അതിലെന്താണ് ആണുങ്ങൾ പാട്ട് പാടുകയും കൈയടിക്കുകയും ചെയ്യും കൂട്ടത്തിൽ. ഇതിൻ്റെ മറ്റൊരു പേരാണ് മംഗലം കളിയുടെ മറ്റൊരു പേരാണ് കല്യാണ കളി. ഓക്കെ, ദെൻ മദർ എക്സ്പ്ലെയിൻഡ് അബൌട്ട് വില്ലടിച്ചാൻ പാട്ട്, എ പോപ്പുലർ ആർട്ട് ഫോം ഇൻ സൗത്ത് കേരള. വില്ലടിച്ചാൻ പാട്ട് ഈസ് പെർഫോംഡ് യൂസിങ് എ ലാർജ് ബൗ, a pot and a stick with jingles as musical instrument to create rhythm. The body movements and acting enhance the visual appeal of the song. ഇനി വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ചാണല്ലേ പറയുന്നത്. തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു എന്താണ് ആട്ടായിരുന്നു എന്ത്? വില്ലടിച്ചാൻ പാട്ട്.
എങ്ങനെയായിരുന്നു വില്ലടിച്ചാൻ പാട്ട്? അതിനെന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ആ നീളത്തിലുള്ള ഒരു കോല്, പിന്നെ അതുപോലെ ഒരു കുടം, പിന്നെന്താണ് മണി കെട്ടിയ ഒരു കോലൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളാണല്ലേ അതൊക്കെ. അത് ഉപയോഗിച്ചിട്ടായിരുന്നു താളമിട്ടിരുന്നത്. പിന്നെയോ നമ്മളെ അഭിനയവും പിന്നെ എന്താ പറയുക, ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്, ഇതിന് നല്ല ആംഗ്യങ്ങളും അതുപോലെ ആക്ടിംഗ് ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്ലടിച്ചാൻ പാട്ടിൻ്റെ ഒരു പിക്ചർ ഇതാക്കണം ഇവിടെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ഇങ്ങനെയാണ് എന്താണ് വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വുമൺ ഡ്രസ്ഡ് ഇൻ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ് സ്റ്റാൻഡ് ഇൻ എ സർക്കിൾ ആൻഡ് സിംഗ് സോങ് ടു പെർഫോം തിരുവാതിരക്കളി. തിരുവാതിരക്കളി എന്താണ്, കേരളത്തിൻ്റെ തനതായ വേഷം ധരിച്ച് സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാടി അവതരിപ്പിക്കുന്ന ഒരു കലയാണ് എന്ത്, തിരുവാതിരക്കളി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സോങ് നെറേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സങ് ഫോർ മാർഗംകളി. എന്താണ്, ക്രിസ്തു മത ചരിത്രം വിവരിക്കുന്ന പാട്ടുകൾ അടങ്ങിയതാണ് എന്ത്, മാർഗം കളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. ദ വെർച്ചസ് ഓഫ് ഗ്രൂം ആർ പ്രസൻറ്റഡ് ബിഫോർ ദ ബ്രൈഡ് ത്രൂ ദ ഒപ്പന സോങ്. എന്താണ്, ഗ്രൂം അതായത് വരൻ്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുന്നിൽ ഒപ്പന പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. എനി ലൈഫ് റിലേറ്റഡ് ടോപ്പിക്സ് സച്ച് ആസ് ഹണ്ടിങ്, വർക്ക് ഓർ റിറ്റൂണൽസ് ക്യാൻ ബി ദ സബ്ജക്റ്റ് ഓഫ് ദി സോങ് യൂസ്ഡ് ഇൻ മംഗലം കളി. മംഗലം കളിയുടെ തീം എന്തൊക്കെയായിരിക്കും? ഹണ്ടിങ് വേട്ടയാടുന്നത്, പിന്നെന്താണ് തൊഴിൽ, അതുപോലെ അനുഷ്ഠാനം എന്നിവയൊക്കെയാണ് മംഗലം കളിയുടെ പാട്ടിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ഇനി വില്ലടിച്ചാൻ പാട്ട് ബിഗിൻസ് വിത്ത് ദ വന്ദനഗാനം, ഗ്രീറ്റിംഗ് സോങ്. ദിസ് ഈസ് ഫോളോവ്ഡ് ബൈ ദ കഥാകഥനം. എന്നാണ് വില്ലടിച്ചാൻ പാട്ട് എന്താണ്, വന്ദനഗാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. പിന്നെ അത് എന്ത് ചെയ്യാണ്, കഥാകഥനമായി ഫോളോ ചെയ്ത് പോവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ. തെയ്യത്തിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നോക്കൂ. തെയ്യം ഈസ് എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം ദാറ്റ് കമ്പൈൻസ് ആർട്ടിസ്ട്രി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തെയ്യാട്ടം ആൻഡ് കളിയാട്ടം. It is believed that the origin of തെയ്യം is from the word ദൈവം, God. എന്താ പറയുന്നത്? തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കലാബോധവും അതുപോലെ ഈശ്വരഭക്തിയും കൂടെ ചേർന്നുണ്ടായതാണ് തെയ്യം എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഇത്, നോർത്ത് കേരളയിലാണ് ഇത് പ്രചാരത്തിലുള്ളത്. അതായത് വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. ഇതിന് തെയ്യത്തിന് മറ്റു പേരുകളുണ്ട്. എന്താണ്, തെയ്യാട്ടം, കളിയാട്ടം എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ തെയ്യം എന്ന പേരെന്താണ്, ദൈവം എന്ന പേരിൽ നിന്നാണ് ഉടലെടുത്തത് എന്നാണ് പറയുന്നത്. Therefore, it can be said that തെയ്യാട്ടം is a ritual dance performed in the form of deities. തെയ്യാട്ടം has a specific order for its presentation. The main instrument used in തെയ്യം is the ചെണ്ട. It also uses മദ്ദളം, ഇലത്താളം and കൊമ്പ്. തെയ്യാട്ടം ഈസ് പെർഫോംഡ് വിത്ത് ദ റിതം ഓഫ് ദ ഓർക്കസ്ട്ര. എന്താണ് ഈ തെയ്യം എന്നത്, എന്താണ് ദൈവം എന്ന ഒരു വേർഡിൽ നിന്നാണ്, ഗോഡ് എന്ന ഒരു വേർഡിൽ നിന്നാണ് എന്താണ് തെയ്യം എന്ന ഒരു പേര് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഒരു അതുകൊണ്ട് തന്നെ എന്താണ്, ദൈവം കോലം കെട്ടി ആടുന്നതാണ് തെയ്യാട്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓർഡർ ഉണ്ട് ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെണ്ടയാണ്. അതുകൂടാതെ മദ്ദളം, ഇലത്താളം, കൊമ്പൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെന്താ പറയുന്നത്, ഈ തെയ്യത്തിന് ഒരു പ്രത്യേക ഒരു താളം ഉണ്ട്. തെയ്യം അവതരിപ്പിക്കുന്നതിനായിട്ടൊരു പ്രത്യേക താളം ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ തെയ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അത് നോർത്ത് കേരളയിൽ നിലവിലുള്ള ഒരു ആർട്ട് ഫോമാണ്. പിന്നെന്താണ് അത്, അതിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, തെയ്യാട്ടം, കളിയാട്ടം എന്ന പേരിലൊക്കെ അറിയപ്പെടും. പിന്നെന്താണ്, ദൈവം, ഗോഡ് എന്നൊരു ഒരു വേർഡിൽ നിന്നാണ് ഈ തെയ്യം എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെണ്ടയാണ്. ഓക്കെ, നോക്കൂ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ വേർഡ് പാസിൽ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ പിക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. എന്താ പറയുന്നത്, പിക്ചറും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ വേർഡ് പാസിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പിക്ചേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്ന് നമുക്ക് നോക്കാം. എക്രോസ് അല്ലേ, വലത്തോട്ട്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്, മംഗലം കളിയാണ് അല്ലേ. തേർഡ് എന്താണ്, തെയ്യം. ഫിഫ്ത്ത് എന്താണ്, മാർഗം കളി. ഓക്കെ.
ഇനി ഡൗൺ ആണല്ലേ, താഴോട്ട് എന്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് അവിടെ? കഥകളിയാണല്ലേ. ഇനി രണ്ടാമത്തത് എന്താണ്? ഒപ്പന. നാലാമത്തത് എന്താണ്? ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ തെയ്യം. തെയ്യത്തിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ചെണ്ടയാണ്. ഓക്കെ. ഇനി സിക്സ്ത് എന്താണ്? തിരുവാതിരക്കളി. ഓക്കെ. ഇതാണ് നമ്മുടെ വേർഡ് പസിലിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വേർഡ് പസിൽ വരിക? ഇങ്ങനെയാണല്ലേ. നോക്കൂ ഇനി നെക്സ്റ്റ് എന്താണ്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ഡാൻസ് ഫോംസ് സീൻ ഇൻ ദീസ് പിക്ചേഴ്സ്. എന്താണ്? കുറച്ച് ചിത്രങ്ങൾ, 4 പിക്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ആർട്ട് ഫോംസ് ആണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്? ഭരതനാട്യം. സെക്കൻഡ് എന്താണ്? ചാക്യാർ കൂത്താണ് അല്ലേ. ഇനി തേർഡ് വൺ ഏതാണ്? കേരള നടനമാണ് അല്ലേ. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ഫോക്ക് ഡാൻസ് ആണ്. ഓക്കെ. ഇനി collect the more information about these art forms and write them in my environmental science diary. എന്താണ്? ഈ കലകളിൽ ഏതൊക്കെയായിരുന്നു ആർട്ട് ഫോംസ് നമ്മൾ അവിടെ കണ്ടത്? ഭരതനാട്യം, ചാക്യാർകൂത്ത്, കേരള നടനം ആൻഡ് ഫോക്ക് ഡാൻസ് ആണല്ലേ. അതിനെക്കുറിച്ച് കുറച്ച് വിവരണങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനായിട്ടാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഭരതനാട്യമായിരുന്നു അല്ലേ. Bharatanatyam is an Indian classical dance that originated in the Hindu temples of Tamil Nadu in southern India. Bharatanatyam dance is a traditional staple in Indian history and culture, characterized by precious movements, sharp edges, and expressive body language. This tradition has delighted audience for generations. എന്താ പറയുന്നത്? ഭരതനാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് പറഞ്ഞാൽ. അതിനെന്താണ്? കൃത്യമായ ചലനങ്ങൾ, മൂർച്ചയുള്ള അരികുകൾ, പ്രകടനമായ ശരീരഭാഷ എന്നിവയിൽ എന്താണ് പ്രേക്ഷകരെ ആനന്ദം കൊള്ളിക്കുന്ന ഒരു നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? ചാക്യാർ കൂത്താണല്ലേ. Chakyar Kooth is a solo performance art characterized by a monologue delivered by a Chakyar, a member of a specific community. This skilled performer narrates stories often from ancient texts like the Ramayana and Mahabharata, while incorporating commentary on current events and social issues. The performance is accompanied by traditional percussion instruments, ക്രിയേറ്റിംഗ് എ കാപ്റ്റിവേറ്റിംഗ് അറ്റ്മോസ്ഫിയർ. എന്താ പറയുന്നത്? ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കല അവതരിപ്പിക്കുന്നത്. എന്താണ്? സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയൊക്കെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു ഒറ്റയാൾ പ്രകടനമാണ് എന്ത്? ചാക്യാർ കൂത്ത് എന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു? കേരള നടനായിരുന്നു അല്ലേ. കേരള ഈസ് എ സ്റ്റേറ്റ് ദാറ്റ് is situated on the southern coast of Malabar in India. This dance emerged as a result of the famous Kathakali dance. This dance is similar to Kathakali dance since most of the steps of Kathakali are followed in this dance. Guru Gopinath first introduced Kerala dance. Kerala Nadanam is performed with a mixture of facial expressions and different types of body movements. എന്താണ് കേരള നടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഥകളിയുടെ ചെറിയൊരു കഥകളിൽ നിന്ന് ഒരു ഉരുത്തിരിഞ്ഞ് വന്ന ചെറിയൊരു വേർഷനാണ്. പിന്നെ അതിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ഗോപിനാഥാണ്. പിന്നെ അതുപോലെ എന്താണ്? കേരള നടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവങ്ങളുടെയും മെയ്വഴക്കത്തിൻ്റെയും ഒരു പ്രത്യേക തരം മിക്സാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് വൺ എന്തായിരുന്നു? ഫോക്ക് ഡാൻസ് ആണല്ലേ. നാടോടി നൃത്തം. എ ഫോക്ക് ഡാൻസ് ഈസ് എ ഡാൻസ് ദാറ്റ് റിഫ്ലക്ട്സ് ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഓഫ് എ സെർട്ടൻ കൺട്രി ഓർ റീജിയൻ. എന്താണ്? ഒരു രാജ്യത്തിലെയോ പ്രത്യേക പ്രദേശങ്ങളിലെയോ ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തരൂപമാണ് നാടോടി നൃത്തം. ഓക്കെ. അപ്പോൾ നമ്മൾ 4 ആർട്ട് ഫോംസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഭരതനാട്യം, ചാക്യാർ കൂത്ത്, കേരള നടനം ആൻഡ് ഫോക്ക് ഡാൻസ്. ഓക്കെ. കൂടാതെ എന്താ ചെയ്യേണ്ടത്? കളർ ഇമേജ് ഓഫ് ഡാൻസ് ഫോംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഈ ഡാൻസ് പെർഫോമൻസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീതു ഗെറ്റ് ദ സെക്കൻഡ് പ്ലേസ് ഇൻ കലോത്സവം? നീതുവിന് സെക്കൻഡ് പ്ലേസ് കിട്ടിയത് ഏതിനായിരുന്നു? ലൈറ്റ് മ്യൂസിക്കിനായിരുന്നു അല്ലേ. ലൈറ്റ് മ്യൂസിക്. വാട്ട് ആർ ദ അതർ ആർട്ട് ഫോംസ് വിച്ച് ഗിവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക്? ലൈറ്റ് മ്യൂസിക്കിനെ പോലെ സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന മറ്റേതൊക്കെ സംഗീത രൂപങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്?
കർണാട്ടിക് മ്യൂസിക് അല്ലേ, കർണാട്ടിക് സംഗീതമാണ് തന്നിട്ടുള്ളത്. വേറെ ഏതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം? ഫോക്ക് സോങ്സിലെ നാടൻ പാട്ടുകൾ, അതുപോലെ മാപ്പിളപ്പാട്ട്, പിന്നെ ഏതൊക്കെയാണ്? ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് മ്യൂസിക്കിൻ്റെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ ഫോംസ് ആണ്. ഓക്കെ. ഷാൾ ആൾ ഓഫ് us സിങ് ടുഗദർ വായ്ത്താരി ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വായ്ത്താരി എല്ലാവർക്കും കൂടെ പാടി നോക്കിയാലോ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് വായ്ത്താരി നോക്കൂ. ഓ തിത്തി താര തിത്തി തെയ് തിത്തേയ് തക തെയ് തെയ്തോം, ഇതാണ് വായ്ത്താരി. ഓക്കെ. സിങ് ദ റെസ്റ്റ് ഓഫ് ദി ലൈൻസ്, എന്താണ് കൂടുതൽ വരികൾ ചേർത്ത് പാടി നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വരികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടൊന്ന് പാടി നോക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫോക്ക് സോങ്സ്. ഫോക്ക് സോങ്സ് ആർ ദോസ് ദാറ്റ് ഹാവ് ബീൻ പാസ്ഡ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. They are closely related to spoken language. It is related to the ritual and culture of that locality. Folk songs include those related to agriculture, labor, entertainment and tradition. എന്താണ് ഫോക്ക് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാടൻ പാട്ടുകളാണ് അല്ലേ. എന്താണ് നാടൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തലമുറകളായി കൈമാറി വരുന്ന ഒരു വാമൊഴി പാട്ടാണ് നാടൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണ്? ഓരോ നാട്ടിലെയും ആചാരങ്ങളുടെയും ആ നാടിൻ്റെ സംസ്കാരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും ഇതിലുണ്ടാവുക. പിന്നെന്താണ്? കൃഷി, അതുപോലെ കച്ചവടം, തൊഴിൽ, അതുപോലെ വിനോദം എന്നീ മേഖലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നാടൻ പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്താ നോക്കൂ മക്കളെ? ക്ലാസിക്കൽ മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം. ക്ലാസിക്കൽ മ്യൂസിക് ഈസ് പെർഫോംഡ് വിത്ത് എ പ്രിസൈസ് സിംഗിങ് സ്റ്റൈൽ ആൻഡ് റിതം. എന്താണ്? കൃത്യമായ ആലാപന രീതിയോടും ചിട്ടകളോടും കൂടിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ലാസിക്കൽ മ്യൂസിക്. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ടു മേജർ ക്ലാസിക്കൽ മ്യൂസിക് ഫോംസ്, കർണാട്ടിക് മ്യൂസിക് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. എന്താണ്? കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ വിത്ത് ഡീപ്പ് അപ്രീസിയേഷൻ ആൻഡ് നോളജ് ഇൻ മ്യൂസിക്. സ്വാതി തിരുനാളിലെ നമ്മുടെ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. എന്താണ്? ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ മക്കളെ? ക്ലാസിക്കൽ മ്യൂസിക്കിലെ ശാസ്ത്രീയ സംഗീതം. ക്ലാസിക്കൽ മ്യൂസിക് ഈസ് പെർഫോംഡ് വിത്ത് എ പ്രിസൈസ് സിംഗിങ് സ്റ്റൈൽ ആൻഡ് റിതം. എന്താണ്? ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്താണ്? ശാസ്ത്രീയ സംഗീതത്തിന് ഒരു കൃത്യമായ ആലാപന രീതിയും ചിട്ടകളും ഒക്കെ ഉണ്ട്. കേരള ഹാസ് മെയ്ഡ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ടു മേജർ ക്ലാസിക്കൽ മ്യൂസിക് ഫോംസ്, കർണാട്ടിക് മ്യൂസിക് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. എന്താണ്? കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ വിത്ത് ഡീപ്പ് അപ്രീസിയേഷൻ ആൻഡ് നോളജ് ഇൻ മ്യൂസിക്. എന്താണ്? നമ്മുടെ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ എന്താണ്? ഈ സംഗീതത്തിൽ വലിയ പരിജ്ഞാനിയായിരുന്നു. ഹി കമ്പോസ്ഡ് മോർ ദാൻ 500 മ്യൂസിക്കൽ കമ്പോസിഷൻസ് ഇൻ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ആൻഡ് കന്നഡ. അദ്ദേഹം എന്താണ്? 500-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭാഷയിലായിരുന്നു? മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്കും അതുപോലെ കന്നഡ ഭാഷകളിലായിരുന്നു അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കൂ. നെക്സ്റ്റ് എന്താണ്? മാപ്പിളപ്പാട്ടാണ് അല്ലേ. മാപ്പിള സോങ്സ് ആർ വെരി popular in Muslim society. These songs are mostly composed in a special Malayalam language, Arabic Malayalam, used by Muslims in North Kerala. Moinkutti Vaidar is the most renowned composer of മാപ്പിളപ്പാട്ട്. എന്താണ്? മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഒരു പാട്ടാണ് അല്ലേ. അവരുടേതായ ഭാഷ ഉപയോഗിച്ച് അവർ കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. ഈ മാപ്പിളപ്പാട്ടിൽ അറിയപ്പെട്ട ഒരു ആളായിരുന്നു ആര്? മോയിൻകുട്ടി വൈദ്യർ അല്ലേ. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലത്താണ്. ഓക്കെ. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻസ് ഇൻ ദ സ്കൂൾ കലോത്സവം? നിങ്ങളുടെ സ്കൂളിൽ എന്താണ്? കലോത്സവത്തിൽ പെയിൻറ്റിങ് അതുപോലെ പെൻസിൽ ഡ്രോയിങ്ങിലൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആർ യു ഫെമിലിയർ വിത്ത് ദീസ് പെയിൻറ്റിങ്സ്? താഴെ 2 പെയിൻറ്റിങ്സ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയോ നോക്കാനാണ് പറയുന്നത്. നോക്കൂ, 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണല്ലേ. ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ ഈ പെയിൻറ്റിങ്സ്? ദീസ് ആർ പെയിൻറ്റഡ് ബൈ രാജ രവിവർമ്മ, എ വേൾഡ് ഫേമസ് പെയിൻറ്റർ ഫ്രം കേരള. ലോകത്തിലെ ഏറ്റവും പ്രശസ്ത ചിത്രകാരനായ
രാജാ രവിവർമ്മ വരച്ചതാണല്ലേ. അദ്ദേഹം ഒരു കേരളീയനായിരുന്നു അല്ലേ. ഹി വാസ് ദ വൺ ഓഫ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ പെയിന്റിംഗ് ടു കേരള. ആധുനിക രീതിയിലുള്ള പെയിന്റിങ്സ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? രാജാ രവിവർമ്മയാണ്. ഓക്കെ, ഹാവ് യു seen the animated video of രാജാ രവിവർമാസ് പെയിന്റിങ്സ് യൂസിങ് AI ടെക്നോളജി? AI ടെക്നോളജി വെച്ച് രാജാ രവിവർമ്മയുടെ ഈ പിക്ചേഴ്സിനൊക്കെ ആനിമേഷൻ ചലനം നൽകിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കണ്ടക്ട് ആൻ ആർട്ട് എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ കളക്ടിങ് കോപ്പീസ് ഓഫ് രാജാ രവിവർമാസ് പെയിന്റിംഗ് എന്നാണ് പറയുന്നത്. രാജാ രവിവർമ്മ ഒരുപാട് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ആ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ കളക്ഷൻ സംഘടിപ്പിച്ചിട്ട് സ്കൂളിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി പേജ് നമ്പർ 76 നോക്കൂ. ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും. ഐ ഷുഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സീ ദ പൂരം. അമ്മയോട് പറയണം എന്നെയും കൂടെ പൂരം കാണാൻ കൊണ്ടുപോകാനെന്ന്. ആ കുട്ടി ഇങ്ങനെ മനസ്സിൽ പൂരത്തിനെ ആലോചിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് അല്ലേ. ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽസ്? നിങ്ങൾക്ക് എന്താണ് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കാൻ ഇഷ്ടമല്ലേ? തൃശ്ശൂർ പൂരം ഈസ് വൺ ഓഫ് ദ ഫേമസ് ഫെസ്റ്റിവൽ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് എന്ത്? തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു? നിങ്ങളുടെ പ്രദേശത്തും അതുപോലെ എന്താണ് ഓരോ ഫെസ്റ്റിവൽസ് ഇല്ലേ? കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ മെയിൻ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ എന്നാണ്. നിങ്ങളുടെ പ്രദേശത്ത് ഉള്ള ഫെസ്റ്റിവൽസ് ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഫെസ്റ്റിവൽസ് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ നമുക്കൊരു ഫിക്സ്ഡ് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയാനായിട്ട് പറ്റില്ല അല്ലേ. നമ്മുടെ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റ് ഉണ്ട് അല്ലേ. അതിൽ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ ടൈപ്പ് ഫെസ്റ്റിവൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് അവിടെയുള്ള ഓരോ ഫെസ്റ്റിവൽസിനെ കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് എന്താണ്? ഒരു പാട്ടാണ് അല്ലേ. മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. ഹോപ്പ് യു ഹാവ് ഹിയർഡ് ദിസ് ഓണം സോങ്. ഫൈൻഡ് ദ നെക്സ്റ്റ് ലൈൻസ് ആൻഡ് സിങ് എലോങ് ടു ദ ടോൺ. എന്താ പറയുന്നത്? ഈ ഓണപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ കൂടുതൽ വരികൾ കണ്ടെത്തിയിട്ട് പാടാനാണ് പറയുന്നത്. ഓക്കെ, ഇതാരെഴുതിയതാണ്? സഹോദരൻ അയ്യപ്പനാണ് ഈ ഓണപ്പാട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ വരികൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, നോക്കൂ നെക്സ്റ്റ് എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഓണം സെലിബ്രേഷൻ ഇൻ നിലാസ് സ്കൂൾ. നിളയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ പിക്ചേഴ്സാണ് താഴെ തന്നിട്ടുള്ളത്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. ഓണം എന്താണ്? നമ്മുടെ ദേശീയ ഉത്സവമാണ്. റൈറ്റ് ഹൗ ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ യുവർ സ്കൂൾ ആൻഡ് അറ്റ് ഹോം ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ ഓണം എന്താണ്? നമ്മുടെ ദേശീയ ഉത്സവമാണ് അല്ലേ. ഓണം നിങ്ങളുടെ സ്കൂളിലും അതുപോലെ നിങ്ങളുടെ വീട്ടിലും എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കുറിപ്പ്, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഓണം സെലിബ്രേഷൻ കോമൺ ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓണം ഈസ് സെലിബ്രേറ്റഡ് അറ്റ് സ്കൂൾസ് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് കൾച്ചറൽ പ്രോഗ്രാംസ്, ക്രിയേറ്റിംഗ് പൂക്കളം and dressing in traditional attire. Students also learn about the significance of the festival, which celebrates King Mahabali and the harvest through assemblies, skit and competitions. Some schools may also organize traditional games, Ona Sadhya and arts and craft activities. Besides പൂക്കളം, അപ്പോൾ ഓണം നമ്മളെങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത് സ്കൂളിൽ? ഓണം എന്താണ്? പൂക്കളം നമ്മൾ ഒരുക്കും. പിന്നെന്താണ്? ഓണത്തിന് അനുയോജ്യമായ ഡ്രസ്സുകളിലെ ട്രഡീഷണൽ ഡ്രസ്സസ് ഇടും. പിന്നെ എന്താണ്? ഈ ഓണത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂല്ലേ. നമ്മളെങ്ങനെയാണ് എന്താണ് ഓണം എന്നുള്ളത് അറിയണ്ടേ. അതിനായിട്ട് എന്താണ് നമ്മൾ അസംബ്ലിയൊക്കെ വിളിക്കും, സ്കിറ്റ് അവതരിപ്പിക്കും, അതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ലേ. പിന്നെന്താണ്? ട്രഡീഷണൽ ഗെയിംസ് ഉണ്ടാവും. പിന്നെന്താണ്? നമ്മൾ മേജറായിട്ട് എന്താണ്? ഓണസദ്യ ഉണ്ടാക്കൂല്ലേ. പിന്നെന്താണ്? ഒരുപാട് ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള കളികളൊക്കെ സ്കൂളിൽ സംഘടിപ്പിക്കും. ഓക്കെ, ബിസൈഡ്സ് പൂക്കളം കോമ്പറ്റീഷൻസ് സ്കൂൾ മേ ഹോൾഡ് അതേഴ്സ് സച്ച് ആസ് എസ്സേ റൈറ്റിംഗ്, ഡ്രോയിങ് ഓർ ഫാൻസി ഡ്രസ്സസ് കണ്ടസ്റ്റൻസ് റിലേറ്റഡ് ടു ഓണം. എന്താ പറയുന്നത്? ഓണത്തിനോടനുബന്ധിച്ച് എന്താണ്? പൂക്കളം കോമ്പറ്റീഷൻസ് ഉണ്ടാവില്ലേ. ക്ലാസ് വൈസ് ഒക്കെ നമ്മുടെ സ്കൂളിലും എന്താണ്
പൂക്കള മത്സരം ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഒരുപാട് എഴുത്ത് മത്സരങ്ങൾ, ചിത്രരചന, ഫാൻസി ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ ഒരു സ്കൂളിൽ ആഘോഷിക്കുക. ഓക്കെ, ഇനി വീട്ടിലെങ്ങനെയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക? ദ ഓണം ഫെസ്റ്റിവൽസ് ബിഗിൻസ് ഇൻ ദ മലയാളം മന്ത് ഓഫ് ചിങ്ങം. These festivals last for the 10 days and each day of Onam has its own traditions. The first day of the festival marks the beginnings of the festival, the people preparing for the major celebration. The making of a pookalam begins today and rise in the size of each day. The 9th day, also known as Uttradam, is considered as the era of Onam, and the 10th day is the most important day of the Onam festival. Preparing Onam Sadhya, Onam celebrations spreading over 10 days and families enjoying elaborate Sadhya, Pookalam and other festivals like dance, races and cultural events. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കോമൺലി ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ വീട്ടിലും സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടുതൽ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ, മലയാള മാസത്തിലെ ചിങ്ങമാസത്തിലാണ് ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണല്ലേ. നമ്മൾ വീട്ടിൽ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഒരുക്കില്ലേ. ഓരോ ദിവസം ഓരോ രീതിയിൽ പൂക്കളം ഒരുക്കും. പിന്നെന്താണ് ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ വലിയ സദ്യകളൊക്കെ ഒരുക്കി ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ സദ്യ കൊടുക്കൂലേ. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വീട്ടിൽ സംഘടിപ്പിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. Collect information about the celebrations shown in the pictures and prepare a note. താഴെ തന്നിരിക്കുന്ന എന്താണ് സെലിബ്രേഷൻസിനെ കുറിച്ചുള്ള ഒരു നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്? ഏതാണ് ഇത്? നോക്കൂ, ക്രിസ്തുമസ് ആണല്ലേ. ക്രിസ്തുമസിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ എഴുതി കൊടുക്കാം നമുക്ക് ക്രിസ്തുമസിനെ കുറിച്ച്? Christmas is a joyful festival celebrated on 25th December every year. It marks the birth of Jesus Christ and is a time of happiness and togetherness. People decorate their homes with lights, Christmas trees and ornaments. Families exchange gifts and enjoy special meals together. Churches hold prayers and singing carols to spread the message of peace and love. Children eagerly wait for Santa Claus, who is believed to bring them presents. The festivals teaches us about kindness, sharing and helping others. Christmas brings people closer and fills hearts with warmth and hope, making it a truly special day. എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബർ 25-നാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലേ. യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. എന്താണ് ഇതെങ്ങനെയാണ് ആഘോഷിക്കുന്നത്? വീട്ടിൽ നമ്മൾ ലൈറ്റ്സും ക്രിസ്മസ് ട്രീയും ഓർണമെൻറ്റ്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും അല്ലേ. പിന്നെ എന്താണ് ഫാമിലീസൊക്കെ എന്താണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യും, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കും അല്ലേ. പിന്നെ പള്ളികളിലൊക്കെ ആയിട്ട് കരോളും ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെന്താണ് കുട്ടികൾക്കായിട്ട് സാന്താക്ലോസ് വരും അല്ലേ. സാന്താക്ലോസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും. എന്താണ് സന്തോഷവും സമാധാനമൊക്കെ ഉള്ള ഒരു മെസ്സേജാണ് നമുക്ക് ക്രിസ്തുമസ് തരുന്നത് അല്ലേ. ഇനി നോക്കൂ നെക്സ്റ്റ് പിക്ചർ ഏതിൻ്റെതാണെന്ന്. ഇത് ഈദുൽ ഫിത്തർ ആണല്ലേ. ഈദുൽ ഫിത്തറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും? ഈദുൽ ഫിത്തർ ഈസ് എ ജോയ്ഫുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ മുസ്ലിംസ് അറൌണ്ട് ദ വേൾഡ്. It marks the end of the holy month of Ramadan, during which people fast from sunrise to sunset. Eid al-Fitr is expected to be celebrated on depending on the sighting of the moon. On this special day, families come together to pray, share delicious food, and giving charity to the poor. It is a time to happiness, gratitude, and spreading kindness. Children wear new clothes, visit relatives, and receive gifts. Eid al-Fitr teaches the values of sharing, love, and togetherness, making it one of the most awaited celebrations of the year. എന്താണ് ഈദ് ഉൽ ഫിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംദാൻ മാസത്തിലാണല്ലേ
വ്രതത്തോടു കൂടി രാവിലെ മുതൽ വൈകുന്നേരം മുതൽ വരെയുള്ള വ്രതമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ എന്താണ് ഒരു മാസം അങ്ങനെ വ്രതം എടുത്തിട്ടാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് അല്ലേ. ഈ ഈദുൽ ഫിത്തർ എങ്ങനെയാണ് അവർ അറിയുന്നത്? മൂണിനെ നിരീക്ഷിച്ചിട്ടാണ് അവർ ഈദുൽ ഫിത്തർ ഫിക്സ് ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഈദുൽ ഫിത്തറിൻ്റെ പ്രത്യേകത? പുതിയ കുട്ടികൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോവുക, ഗിഫ്റ്റ് ഷെയർ ചെയ്യുക, നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെയാണ് ഈദുൽ ഫിത്തറിൻ്റെ പ്രത്യേകത. ഓക്കെ. ആർ ദർ എനി അതർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ്? അതുപോലെ ഇപ്പം നമ്മൾ എന്തൊക്കെയോ ഓണത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ക്രിസ്തുമസിനെ കുറിച്ച് പറഞ്ഞു, ഈദുൽ ഫിത്തറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇഷ്ടമുള്ള വേറെ ഏതൊക്കെ സെലിബ്രേഷൻസ് അതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോട് പങ്കുവയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരള എ സിംഫണി ഓഫ് ആർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് വർക്കുകളാണ് ചെയ്യാനുള്ളത്. ഓക്കെ. എന്തൊക്കെയാണ് വർക്കുകൾ നോക്കാം. ലെറ്റ്സ് അസസ്, വിലയിരുത്താം. ഫസ്റ്റ് വർക്ക് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ്. എന്താണ്? യോജിച്ചവ വരച്ചു ചേർക്കാനാണ് പറയുന്നത് അല്ലേ. ഇൻവെന്റർ ഓഫ് ഓട്ടംതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. എക്സ്പോണന്റ് ഓഫ് മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ടിലെ പ്രമുഖൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. ഓക്കെ. വേൾഡ് റിനൗണ്ട് പെയിൻറ്റർ, ലോക പ്രശസ്ത ചിത്രകാരനാണ് ആരാണ്? രാജാ രവിവർമ്മ. മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, സംഗീതജ്ഞനായ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാൾ. ഓക്കെ. ഇനി നെയിം ഓഫ് ദി സെക്കൻഡ് വാക്കാണ് നെയിം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ആർട്ട് ഫോംസ് ഇൻ കേരള, പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. എന്താണ്? കേരളത്തിലെ നിലവിലുണ്ടായിരുന്ന പ്രാദേശിക കലകളെക്കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ലോക്കൽ ആർട്ട് ഫോംസിനെ കുറിച്ച് എഴുതി കൊടുക്കാനായിട്ട് പറ്റും? ഓക്കെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ ലോക്കൽ ആർട്ട് ഫോംസിനെ കുറിച്ചൊക്കെ. ഏതൊക്കെയായിരുന്നു നമ്മൾ അവിടെ പരിചയപ്പെട്ടത്? തിരുവാതിര, ഒപ്പന, മാർഗം കളി, തെയ്യം, ഇതൊക്കെ നമ്മളവിടെ മനസ്സിലാക്കിയില്ലേ. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? ഓക്കെ. പടയണി, എ റിച്വൽ ആർട്ട് ഫോംഡ് ഇൻ ടെമ്പിൾസ് ഇൻവോൾവിംഗ് എലാബറേറ്റ് മാസ്ക് ആൻഡ് പെർഫോമൻസ് സീക്വൻസ് ഓഫ്റ്റൻ അസോസിയേറ്റഡ് വിത്ത് ദ ഗോഡസ് ഭദ്രകാളിയിലെ. അപ്പോൾ എന്താണ്? പടയണി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കലാരൂപമാണല്ലേ. ഓക്കെ. ഇനി ചവിട്ട് നാടകം, എ ക്ലാസിക്കൽ ക്രിസ്ത്യൻ ആർട്ട് ഫോം ക്യാരക്ടറൈസ്ഡ് ബൈ വിഗറസ് സ്റ്റാമ്പിംഗ് ഡാൻസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഗ്രീക്കോ റോമൻ ഇൻസ്പയർഡ് കോസ്റ്റ്യൂംസ്. ഓക്കെ. എന്താണ്? ഒരു ക്രിസ്ത്യൻ ചരിത്രം വിവരിക്കുന്ന ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ലോക്കൽ ആർട്ട് ഫോംസ്. ഏതൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്? തിരുവാതിര, ഒപ്പന, മാർഗംകളി, തെയ്യം, പടയണി, ചവിട്ട് നാടകം, ഇനി ഒത്തിരി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള ലോക്കൽ ആർട്ട് ഫോംസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വർക്ക് എന്താ നോക്കൂ. നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണല്ലേ, തുടർ പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് വർക്ക് എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ അറേഞ്ച് എ കൾച്ചറൽ പെർഫോമൻസ് ബൈ ഇൻവൈറ്റിംഗ് എ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ടു ദ സ്കൂൾ ആൻഡ് എൻജോയ് ദ പെർഫോമൻസ്. എന്നാണ്? നിങ്ങളുടെ സ്കൂളിലേക്ക് ടീച്ചറുടെ സഹായത്തോടു കൂടി ഒരു കലാപ്രതിഭയെ ക്ഷണിച്ചിട്ട് കലാപ്രകടനം കാഴ്ചവെച്ചിട്ട് അത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളൊരു വേദി ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് വർക്ക് എന്താ നോക്കൂ. മേക്ക് എ കോളേജ് ഇൻക്ലൂഡിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ആർട്ട് ഫോംസ് ഓഫ് കേരള. കേരളത്തിലെ കലകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊളാഷ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് വർക്ക് എന്താ നോക്കൂ. ഐഡൻറ്റിഫൈ ദ ഗെയിംസ് ആൻഡ് ആർട്ട് ഫോംസ് അസോസിയേറ്റഡ് വിത്ത് ഓണം ആൻഡ് പ്രിപ്പയർ എ ക്ലാസ് മാഗസിൻ. ഓണവുമായി ബന്ധപ്പെട്ട കളികളും അതുപോലെ കലാരൂപങ്ങളും ഏതൊക്കെയായെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഒരു പതിപ്പ് മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഏതൊക്കെയാണ് കേരളത്തിലെ ഓണവുമായി ബന്ധപ്പെട്ട കളികളും അതുപോലെ എന്താണ് കലകളും നിങ്ങൾക്കറിയോ? നമുക്ക് നോക്കാം. ഓണവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഇതുപോലെ ഒത്തിരി ലോക്കൽ ആർട്ട് ഫോംസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ അങ്ങനെ ഒത്തിരി. അപ്പൊ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന ആർട്ട് ഫോമിനെ കുറിച്ച് കൂടുതൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി കൊടുക്കാം. ചില കളികളുണ്ട്. ഏതൊക്കെയാണ്? ഇനി എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. വടംവലി, തലപ്പന്ത് കളി, ഓണത്തല്ല്, ഉറിയടി, കളിത്തട്ടുകളി, തുമ്പിതുള്ളൽ, കുട്ടിയും കോലും, ആട്ടക്കളം കുത്തൽ, ഇതൊക്കെ എന്താണ്? കേരളത്തിൽ പഴയ കാലത്തൊക്കെ ആയിട്ട് നിലവിലുണ്ടായിരുന്ന ഓണവുമായി ബന്ധപ്പെട്ട കളികളായിരുന്നു. ഓക്കെ. അപ്പോൾ ഓക്കെ മക്കളെ, ഇത്രയാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള
കേരള എ സിംഫണി ഓഫ് ആർട്ട് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിലെ കലകളെക്കുറിച്ചാണല്ലേ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കിയത്. സോ അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വർക്കുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തുടർന്ന് ഉള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.